നമസ്കാരം. ഈ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ കയറ്റുമതി ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ചാൽ, ഇൻവെസ്റ്റ് ചെയ്താൽ, നിക്ഷേപം നടത്തിയാൽ നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾ വലിയ പ്രശ്നത്തിൽ പോയി അവസാനിക്കും. ഈ പറയുന്നത് ഒരു കളിവാചകമല്ല. നമ്മളിപ്പോൾ മിക്കവാറും യൂട്യൂബ് വീഡിയോകളിലൊക്കെ കാണുകയാണ്, ഇത് ചെയ്യാതിരുന്നാൽ നിങ്ങൾ പ്രശ്നത്തിലാവുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തലവാചകം. അതുപോലെയല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ശരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ നിങ്ങൾ പെട്ടുപോകും. എന്താണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു കയറ്റുമതി വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ പഠിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് ബിസിനസ് ആയാലും ആ ബിസിനസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള നോളജ് ആവശ്യമാണ്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് പഠിക്കാതെ നാം അന്ധമായി ഏതെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അതിൽ പെട്ടുപോകുമെന്നുള്ളതിന് സംശയമില്ല. ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എക്സ്പോർട്ട് ബിസിനസ്, കയറ്റുമതി വ്യാപാരം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പ്രധാനമായിട്ട് ആദ്യം ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ചാണ്, കമ്പോളത്തെക്കുറിച്ചുള്ള പഠനം. ഞാൻ ആദ്യമുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്, നമ്മളൊരു കമ്പോളത്തെ ലക്ഷ്യം വെക്കുന്നു, ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള കമ്പോളത്തെ ലക്ഷ്യം വെക്കുന്നു. ആ കമ്പോളത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് ആ കമ്പോളത്തിൽ എത്രത്തോളം മാർക്കറ്റ് ഉണ്ട്, അവിടെ ഇത് എത്രത്തോളം അവൈലബിൾ ആണ്, അവിടുത്തെ ലോക്കൽ പ്രൊഡക്ഷൻ, ആ പ്രോഡക്റ്റിന്റെ ലോക്കൽ പ്രൊഡക്ഷൻ അവിടുത്തെ ആവശ്യത്തിന് തികയുന്നതാണോ അല്ലയോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന രീതികളെക്കുറിച്ച് ഞാനൊരു വേറൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുക, അതിനെന്തൊക്കെയാണ് മെഷേഴ്സ് എടുക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത്. അടുത്ത വീഡിയോയിൽ നമുക്ക് രജിസ്ട്രേഷൻസ്, ഇന്ത്യ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് പറയാം. എങ്കിലും ആദ്യം പറയേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ്. ആദ്യമായിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. ആദ്യം മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് അതിൻ്റെ അടുത്തതാണ്. മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, വിപണിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള ഗവേഷണം റിസർച്ച് നടത്തി കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് പ്രോഡക്റ്റിന്റെ ഡെവലപ്മെന്റ് ആണ്. ഉൽപ്പന്നത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഉൽപ്പന്നത്തിനെ എങ്ങനെ ആ മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഉൽപ്പന്നം എങ്ങനെ കണ്ടെത്താം, അതിനനുയോജ്യമായിട്ടുള്ള ബ്രാൻഡിങ് എങ്ങനെ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അതിനനുയോജ്യമായിട്ടുള്ള പാക്കിംഗ്, നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പാക്കിംഗ് ചിലപ്പോൾ ആ രാജ്യങ്ങളിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡിന് യോജിച്ചതായിരിക്കണമെന്നില്ല. അതെങ്ങനെ ചെയ്യാം, ആ പാക്കിങ്ങിന്റെ ചെലവ് എത്രയാണ്, ഇതിന് കോസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, പ്രൈസിങ് എങ്ങനെ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ഭാഗമായി നാം ചെയ്തു തീർക്കേണ്ടത്. പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പൊ അരിയാണെന്ന് വിചാരിക്കൂ, ആ അരിക്ക് എത്ര നീളം വേണം എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അരി സെല്ല 1121 ബസ്മതി റൈസ്, നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സെല്ല, അതിന് എത്ര നീളം വേണം എന്നുള്ളതും അതിന് എത്ര കനം വേണം, ഇത്തരം കാര്യങ്ങളിലെല്ലാം ടാർഗറ്റ് നമ്മുടെ ബയർ നിശ്ചയിക്കും. അത് മാത്രമല്ല, പഴക്കം കൂടുന്തോറും ബസ്മതി അരിക്ക് വില കൂടുതലാണ്. അപ്പൊ ഏത് വർഷത്തെ ക്രോപ്പാണ്, ഏത് വർഷത്തെ ക്രോപ്പ് എങ്ങനെയാണ്, എത്ര നീളമുണ്ട്, ഇപ്പൊ 9mm ആണ്, 8.5mm ആണ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള പഠനങ്ങൾ നടത്തി അത് ഡെവലപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ എത്ര കിലോയുടെ പാക്കിംഗ് ആണ് പോകുന്നത്, 5 കിലോയുടെയാണോ 10 കിലോയുടെയാണോ 40 കിലോയുടെയാണോ, അവരുടെ യൂസേജ് അനുസരിച്ചാണ് അവർ വാങ്ങിക്കുക. അപ്പൊ ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഇതിന്റെ കോസ്റ്റ്, പാക്കിങ്ങിനുള്ള കോസ്റ്റ്, ഏത് തരത്തിലുള്ള പാക്കിംഗ് വേണം, ഗണ്ണി ബാഗ്, നമ്മുടെ പറയുന്ന ചണ എന്ന് പറയുന്ന റയോൺ പാക്കിംഗ് ആണോ, അല്ല നമുക്ക് പോളി പാക്കിംഗ് ആണോ വേണ്ടത്, ചാക്ക്, അങ്ങനത്തെ ചാക്കാണോ വേണ്ടത്, ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ച് ഇതിന്റെയൊക്കെ വില എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ വിലയെ ബാധിക്കുന്നത് നോക്കിയിട്ട് നമ്മളൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി ഇതിന്റെ ചാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെലവുകൾ വരും, ഇതിനെല്ലാം കുറച്ച് ഒരു ഹയർ ലെവലിൽ ഇട്ട് പോവുക. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാമല്ലോ. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില നിർണ്ണയം. വില എങ്ങനെ നിർണ്ണയിക്കാം, നമ്മുടെ വില എന്തായിരിക്കും,
ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവിടുത്തെ മാർക്കറ്റിൽ വിറ്റുപോകുന്ന വിലയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്യാൻ കഴിയും, എങ്ങനെ പ്രോഡക്റ്റിന് ആ വില നേടിയെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പാക്കിങ്ങിന്റെ കാര്യങ്ങൾ, മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയുടെ കാര്യങ്ങൾ, അതിന്റെ വിലയുടെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സൽ ഷീറ്റിൽ എഴുതിയിട്ട് അതിനനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ, പാക്കിങ്ങിന്റെ ലേബർ, ലോഡിങ്, അൺലോഡിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്തിട്ട് ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ എത്തപ്പെടേണ്ടത് നമ്മുടെ FOB വാല്യൂവിലാണ്. ഇതിൻ്റെ അകത്ത് എക്സ് വർക്ക്സ് EXW എന്ന് പറഞ്ഞിട്ട് ഒരു പേയ്മെന്റ്, ഒരു വിലയുണ്ട്. എക്സ് വർക്ക്സ് വിലയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ലോഡിങ് അൺലോഡിങ് ഒന്നും ഉണ്ടാവത്തില്ല. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളിന്റെ ചാർജസ് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ഒരു വിലയാണ്. അപ്പൊ ആ വില എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എക്സ് വർക്ക്സ് ഇത്രയാണെന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളും FOB, ഫ്രീ ഓൺ ബോർഡ്. അപ്പൊ നമ്മൾ കപ്പലിന്റെ അടുത്ത് എത്തിക്കുന്ന വരെയുള്ള വില എത്രയാണ്, ട്രാൻസ്പോർട്ടേഷൻ അടക്കം എത്രയാണെന്ന് തീരുമാനിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കോസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യണം. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ റിയൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട്, ഇപ്പൊ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ട്രാൻസ്പോർട്ടറുമായിട്ട്, CHAയുമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്കിയുള്ള ചെലവുകളെല്ലാം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഒരു ടണ്ണിന് ഇത്ര രൂപ ചെലവ് എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഒരു വില നിർണ്ണയം നമ്മൾ നടത്തി കഴിയേണ്ടതും പ്രധാന കാര്യമാണ്. ഇത് കൂടാതെ ഈ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാരണമാണ് നമ്മുടെ വിതരണ ശൃംഖലയെ കുറിച്ചുള്ള അറിവ് നേടുക. വിതരണ ശൃംഖല അറേഞ്ച് ചെയ്യുക. നമ്മൾ സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയാറില്ലേ, അത്തരം കാര്യം അറേഞ്ച് ചെയ്യുക. അത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സാധനങ്ങൾ, ഇപ്പൊ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ കോമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, അല്ലാതെ ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ ട്രാൻസ്പോർട്ടർ എങ്ങനെയാണ്, എവിടെയാണ് നമ്മുടെ ഹോൾസെയിലർ ഉള്ളത്, ഹോൾസെയിൽ മാർക്കറ്റ് ഉള്ളത്, അവിടെ നിന്നും നമ്മുടെ പോർട്ടിലേക്കുള്ള ദൂരം എത്ര, അങ്ങനെയുള്ള വിതരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു വിതരണ ശൃംഖല ഉണ്ടാക്കിയെടുക്കുകയും ഏറ്റവും പ്രധാനമായിട്ട് ഈ തരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടെല്ലാം നമുക്ക് എഗ്രിമെന്റും കോൺട്രാക്റ്റും എഴുതി ഉണ്ടാക്കി ഇട്ടേക്കുന്നത് വളരെ നല്ലതാണ്. ബിസിനസ്സിൽ എപ്പോഴും എഗ്രിമെന്റ് ബേസ്ഡ് ആയിരിക്കണം. എല്ലാത്തിലും ഒരു എഗ്രിമെന്റ് വേണം, എഗ്രിമെന്റ് എഴുത്തിലൂടെ വേണം. അങ്ങനെ നമ്മൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ട് അത് ഒരു ശൃംഖല ഉണ്ടാക്കിയെടുത്ത്, ഒരു വിതരണ ശൃംഖല ഉണ്ടാക്കിയെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക പ്രധാനമാണ്. അഞ്ചാമത്തെ പ്രധാന സ്റ്റെപ്പ് ഒരു കയറ്റുമതി വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റിങ്ങും മറ്റ് തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും സെയിൽസും മാർക്കറ്റിങ്ങും ഒന്നാണെന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡ് ജനറേഷൻ വരെ മാത്രമേ മാർക്കറ്റിംഗുകാർക്ക് ജോലിയുള്ളൂ. നമ്മുടെ ഉൽപ്പന്നത്തിനെ രസകരമായിട്ട് അവതരിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് ഉണ്ടാക്കുക, അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ എത്തിച്ച് വിജയകരമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കച്ചവടക്കാർ അല്ലെങ്കിൽ കയറ്റുമതിക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർ ഇവിടെ ഉള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള രീതിയിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. വെബ്സൈറ്റ് വളരെ പ്രധാനമാണ്. കാരണം വെബ് പ്രസൻസ് എന്ന് പറയുന്നത് വെളിയിലുള്ള ഒരാൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ചെക്ക് ചെയ്യുമ്പോൾ, ക്രോസ് ചെക്ക് ചെയ്യുന്ന ഇന്റർനെറ്റിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക. ഇപ്പൊ ഫേസ്ബുക്കിന്റെ സോഷ്യൽ മീഡിയക്കകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി ആ ഫേസ്ബുക്ക് പേജ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പ്രോഡക്റ്റിന്റെ USP എന്താണ്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന ഒരു പോസ്റ്റ് ഒരു വീഡിയോ ആണെന്ന് വയ്ക്കൂ. നല്ല രീതിയിൽ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നു, ഇന്ന പ്രത്യേകതകൾ നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ദുബൈയിൽ ദൈറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിലൂടെ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ 10,000 പേർക്ക് കാണാൻ വേണ്ടിയിട്ട് ശരി 1000 രൂപ 500 രൂപ അങ്ങനെയുള്ള രീതിയിൽ അപ്പൊ അവിടെ നിന്ന് നമുക്ക് റെസ്പോൺസുകൾ വരാൻ തുടങ്ങും. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാം നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ ഓൾറെഡി ഇതിന്റെ വിലയൊക്കെ നിശ്ചയിച്ച് വെച്ച
കണ്ടുപിടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ച് വെച്ച ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിനെ എങ്ങനെയാണ് മാർക്കറ്റിൽ പ്രസന്റ് ചെയ്യുന്നത്, മറ്റുള്ളവരെ ആകർഷിക്കുന്നത്, എങ്ങനെയാണ് ലീഡ്സ് ഉണ്ടാക്കുന്നത്, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഒരു പ്രധാന കടമ്പയാണ്, പ്രധാനമായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ 5 ഇത് 6 സംസാരിക്കുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് വേണം നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് വരെ എത്തി, 5ാമത്തെ ലെവലിലെത്തി. 6ാമത്തെ ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ്, ചിലപ്പോൾ എത്രയൊക്കെയാണ് സാധനങ്ങൾ കോട്ടയുണ്ടോ, എത്രയൊക്കെയാണ് സാധനങ്ങൾ അയക്കാൻ പറ്റുക, അയക്കാൻ പറ്റുമോ പറ്റില്ലേ, അതിനെന്തൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് ആവശ്യമായിട്ടുള്ളത്, ക്വാളിറ്റി റെഫറൻസ് എന്തൊക്കെയാണ് ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ളത്. ഓരോ പ്രോഡക്റ്റിനും ഗവൺമെന്റ് ഓരോ സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഈ കയറ്റുമതിയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് കൊണ്ട് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള നീചമായിട്ടുള്ള ക്വാളിറ്റി നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചീത്തപ്പേരുണ്ടാവാനും പിന്നെ ഇന്ത്യൻ പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ അതിന് വിപണി മൂല്യം കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എങ്ങനെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്, അതിനെന്തൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് വേണ്ടത്, എവിടെയൊക്കെ ലാബ് ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വലിയ പഠനം നടത്തണം. ഇതിന് നമ്മുടെ കാർഗോ ഏജന്റുമാരും ബാക്കിയുള്ള ആൾക്കാരും നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സ് എല്ലാം നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു പഠനം നടത്തി അതിന് റെക്കോർഡ്സ് ഉണ്ടാക്കി ഇതൊക്കെ നമുക്ക് സാധ്യമാണ്, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, റെഗുലേറ്ററി നീഡ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് ഫയൽ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് 6ാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പാണ്. 7ാമതായി നാം ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിദേശത്തും ഇത്തരത്തിലുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ടാർഗറ്റ് മാർക്കറ്റ് ഒമാൻ ആണെന്ന് വെക്കൂ, ഒമാനിലാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്രോഡക്റ്റിന്, ഈ ഉൽപ്പന്നത്തിന് ഒമാൻ ഗവൺമെന്റ് ചില സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടുണ്ട്, ചില ക്വാളിറ്റി അഷുറൻസുകൾ വെച്ചിട്ടുണ്ട്. അവരൊരു ഇന്റർനാഷണൽ ഏജൻസിയെ, പല രാജ്യങ്ങളും ഒരു ഇന്റർനാഷണൽ ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ആ ഇന്റർനാഷണൽ ഏജൻസി എല്ലാ രാജ്യങ്ങളിലും അവരുടെ പ്രസൻസ് ഉണ്ടാവും, ഇന്ത്യയിലും ഉണ്ടാവും, ചൈനയിലും ഉണ്ടാവും, പാകിസ്ഥാനിലും ഉണ്ടാവും. അവര് ഇത് സാധനം ടെസ്റ്റ് ചെയ്തിട്ട്, ലാബ് ടെസ്റ്റ് ആണെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിനൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് ആ ഗവൺമെന്റ് അംഗീകരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പ്രധാനമായിട്ടും അതിൽ പങ്കാളിയായിട്ട് വരുന്ന നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ബയ്യറാണ്. ബയ്യറോട് ചോദിക്കണം, നിങ്ങളുടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംഭവങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമുണ്ട്, ആ സർട്ടിഫിക്കറ്റ് എല്ലാം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക, ഇറക്കി കൊടുക്കുക. അത് ചെയ്ത് എന്നുള്ളത് അഷ്വർ ചെയ്യേണ്ടത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7ാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ കയറ്റുമതി വ്യാപാരത്തിനുള്ളിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മനസ്സിലായി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഉള്ള കാര്യം മനസ്സിലായി. നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ ഒരു ഭാവനാപൂർണമായിട്ടുള്ള ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. ഈ രൂപം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അടുത്തതായി ചെയ്യേണ്ടത് ഈ നമ്മൾ തിരഞ്ഞെടുത്ത ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട അസോസിയേഷനുകൾ അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സുകൾ അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ കൗൺസിലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു അസോസിയേഷനിലൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിങ്ങിലൂടെ നമുക്ക് കൂടുതൽ വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബയേഴ്സിനെ, നമ്മുടെ ഇറക്കുമതിക്കാരെ കണ്ടെത്താനും അത് സഹായിക്കും എന്നുള്ളതാണ് സത്യം. അത് പ്രധാനമായിട്ടും തുടങ്ങുക. ഒരു വിപണിക്കകത്ത് ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാർട്ടിസിപ്പൻസിനെ, അസോസിയേഷനുകളെ, ചേംബർ ഓഫ് കൊമേഴ്സിനെ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശൃംഖല ഉണ്ടാക്കുക, കുറേ ആൾക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ആണ് 8ാമതായി പ്രധാനമായിട്ട് ചെയ്തു തീർക്കേണ്ടത്. ഒരു ഓർഡർ കിട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ യഥാർത്ഥ എക്സ്പോർട്ടിലേക്കുള്ള കാര്യമല്ല, എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കയറ്റുമതിക്കാരനായി മാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഇതും ഒരു നെറ്റ്വർക്കിങ്ങും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി കരുതാവുന്നതാണ്. 8 സ്റ്റെപ്പുകൾ കൂടാതെ തന്നെ നാം പ്രധാനമായി ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നേരത്തെ ഒരു ഫ്രീ മണി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണാം, ഈ ചാനലിൽ തന്നെ കാണാൻ കഴിയും. ആ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ആ ഫ്രീ മണി എന്ന് പറഞ്ഞതുപോലെയുള്ള ഏജൻസികൾ ഏതൊക്കെയാണ്, പ്രൊമോഷൻ കൗൺസിലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം കിട്ടുന്ന സംവിധാനങ്ങൾ എങ്ങനെയാണ്, സർക്കാർ ഇന്ത്യൻ സർക്കാർ കയറ്റുമതിക്കാർക്കായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ബോഡി എന്താണ്, എന്താണ് അവരുടെ ഉപദേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു തരത്തിൽ നമുക്ക് ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഗവൺമെന്റ് ബോഡികളുമായും അല്ലെങ്കിൽ ട്രേഡ് ബോഡികളുമായും നല്ല ബന്ധമുണ്ടാക്കുകയും അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും അത് പ്രധാനമായിട്ടുള്ള ഒരു ഒരു ആവശ്യമാണ്, ഒരു സ്റ്റെപ്പാണ്, 9ാമത്തെ സ്റ്റെപ്പായി തന്നെ കരുതാവുന്നതാണ്. ആ പ്രൊമോഷൻ കൗൺസിലുകളുമായിട്ടെല്ലാമുള്ള ബന്ധം. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ നേടാൻ കഴിയും. അവർ കുറേ ഓർഡറുകളൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ലിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ ഓർഡേഴ്സ് നേടാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. RCMCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാവും ഏത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുമായാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അതിനനുസരിച്ച് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള മനസ്സിലാവും. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു നെറ്റ്വർക്ക് അവിടെയും കൂടെ ഉണ്ടാക്കിയിടുക. അതോടൊപ്പം തന്നെ ട്രേഡ് ബോഡികളുമായിട്ടും അസോസിയേഷനുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സുസ്ഥിരത ഉള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, നമ്മുടെ ഒരു ബ്രാൻഡ് ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പാക്കറ്റുകളിൽ അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. FSSAI അടിച്ചിട്ടുണ്ട്, ISI അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്ന, നമ്മൾ തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു മാളിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കും. നമ്മുടെ അടുത്ത് സെയിൽസ്മാൻമാരൊന്നും ഇല്ല, നമുക്ക് ഇന്ന പ്രോഡക്റ്റ് കൊള്ളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാനുള്ള, പ്രൊമോട്ട് ചെയ്യാനുള്ള സെയിൽസ്മാൻമാർ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം ചെയ്യുക എന്തായിരിക്കും, നമ്മൾ നോക്കുന്നത് അതിൻ്റെ അകത്ത് ISI ബ്രാൻഡ് ഉണ്ടോ, FSSAI ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ബയറിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ ഇത് സാമാന്യം തരക്കേടില്ലാത്തതായിരിക്കും, നമ്മുടെ ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൂടുതലും ഫുഡ് പ്രോഡക്ട്സ് ആണ്, ഇന്ത്യ ലോകത്തിന്റെ ഡൈനിങ് ടേബിൾ ആണെന്ന് നമുക്ക് പറയാം. ഫുഡ് പ്രോഡക്ട്സ് ആണ് കൂടുതലും നമ്മുടെ രാജ്യം കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ ഈ തരത്തിലുള്ള ഈ മേലെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ചെയ്ത് തീർത്ത് അതിന്റെ നോട്ട് ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങാവൂ എന്നാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്ലാനിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു വീട് വയ്ക്കുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊരു വീട് വയ്ക്കുകയാണെന്ന് വിചാരിക്കും. വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ഇല്ലാതെ തന്നെ ഒരു ഒരു പണിക്കാരെ കൊണ്ടുവന്നിട്ട്, ഒരു മേസനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെ കെട്ട് അങ്ങനെ കെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു മതിൽ കെട്ടി തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഇവിടെ ഇത്ര സ്ഥലം തികയില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാർ ഇട്ടാൽ ഡോറ് തുറക്കാൻ പറ്റില്ലല്ലോ, കാറിന്റെ വീതിയിലേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഇടിച്ചിട്ട് കുറച്ച് സ്ഥലം ഇടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പണിയാം. ഇത്തരത്തിലുള്ള അധിക ചെലവ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ പ്ലാനിങ് ഇല്ലാതെ ചെയ്യുമ്പോൾ. അതേസമയം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒരു ആർക്കിടെക്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറുമായിട്ടോ ഇരുന്നിട്ട് നമ്മൾ എനിക്കൊരു വീട് വേണം, ഇന്നതാണ് പ്ലോട്ട്, ഇന്നതാണ് അളവ്, ഇവിടെയാണ് ഇതിന്റെ വഴി വന്ന് ചേരുന്നത്, ഇവിടെ വഴിയുള്ള സ്ഥലത്ത് നമുക്ക് കാർ ഷെഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഒരു പടിക്ക് ഇത്ര വീതി വേണം എങ്കിൽ മാത്രമേ കുറച്ച് നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ വലിയ കാലുള്ള ആൾക്കാരുടെ കാല് പോലും തട്ടാതെ അതിൻ്റെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ മുകളിൽ നമ്മുടെ റൂഫിന് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എയർ സർക്കുലേഷൻ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വാതിലിന് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് കുനിയാതെ നമുക്ക് നല്ല സ്റ്റഡി ആയിട്ട് അകത്തോട്ട് കയറി വരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാനിങ്ങിലാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പ്ലാനിങ്ങിൻ്റെ അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്.